നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സൊമാറ്റോ, ജിയോ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ രണ്ട് സ്റ്റോക്കുകളെ വരും ദിവസങ്ങളിൽ ഇൻഡെക്സ് റീജിഗിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ്, സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകൾ മാർച്ച് 28 നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൽ സ്ഥാനം പിടിക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകുന്നത്. ആൾറെഡി സൊമാറ്റോ ഡിസംബർ 24 തന്നെ സെൻസെക്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. സൊമാറ്റോ അതുപോലെ തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ കമ്പനികളെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സിലേക്ക് പരിഗണിക്കുന്നത്. സൊമാറ്റോയുടെ ആവറേജ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,69,837 കോടിയും ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റേത് 1,04,387 കോടിയുമാണ്. അതേസമയം ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകുന്ന BPCLൻ്റെ ആവറേജ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 60,928 കോടിയും ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റേത് 64,151 കോടിയുമാണ്. നിഫ്റ്റി 50യിൽ മാത്രമല്ല, നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി 100, നിഫ്റ്റി 500 തുടങ്ങിയ ഇൻഡെക്സുകളിലും റീജിഗ് വരുന്നുണ്ട്. നിഫ്റ്റി 100 എന്ന ഇൻഡെക്സിൽ ഇന്ത്യൻ ഹോട്ടൽസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ഹ്യുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, CG പവർ തുടങ്ങിയ സ്റ്റോക്കുകളാണ് സ്ഥാനം പിടിക്കുക. ഇവിടെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, IRCTC, അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകും. കൂടാതെ നിഫ്റ്റി 500 എന്ന ഇൻഡെക്സിൽ ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ്, NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്, അഫ്കോൺ ഇൻഫ്രാസ്ട്രക്ചർ, വാരി എനർജി, ACME സോളാർ ഹോൾഡിംഗ്സ് ലിമിറ്റഡ്, വിശാൽ മെഗാമാർട്ട് തുടങ്ങിയ സ്റ്റോക്കുകൾ സ്ഥാനം പിടിക്കും. ഇവിടെ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്, മെട്രോ ബ്രാൻഡ്, TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾ നിഫ്റ്റി 500 ഇൻഡെക്സിൽ നിന്നും പുറത്തു പോകും. നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൽ NHPC, യൂണിയൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ പുറത്തു പോവുകയും CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകൾ സ്ഥാനം പിടിക്കുകയും ചെയ്യും. ഇനി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും കഴിഞ്ഞ ആഴ്ചയിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് മെറ്റൽ സെക്ടർ. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഒട്ടുമിക്ക ഇൻഡിസസുകളും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ മെറ്റൽ സെക്ടർ മാത്രമാണ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയത്. മെറ്റൽ സെക്ടറിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ ചില കാരണങ്ങൾ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് ഇന്ത്യയുടെ കാപ്പെക്സ് പുഷ്. ഏകദേശം 11 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ആണ് വരും വർഷങ്ങളിൽ ഇന്ത്യ ചെലവഴിക്കാൻ പോകുന്നത്. ഇത് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് അല്ലെങ്കിൽ മെറ്റൽ സെക്ടറിന് തന്നെ ഉണർവേകുന്ന ഒരു പ്രധാന ഘടകമാണ്. രണ്ടാമത്തേത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് സ്റ്റീലിനും അലൂമിനിയം ഇമ്പോർട്ടിന് മുകളിൽ 25% താരിഫ് പ്രഖ്യാപിച്ചത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ഡിമാൻഡ് വർധനവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഫാക്റ്റ്, മെറ്റൽ കമ്പനികളുടെ ഫോർത്ത് ക്വാർട്ടറിൽ എബിറ്റ പെർ ടണ്ണിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെൻ്റ് ആണ്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ പ്രകാരം ഫോർത്ത് ക്വാർട്ടറിലെ എബിറ്റ പെർ ടണ്ണിൽ 1000 മുതൽ 1500 രൂപ പെർ ടൺ വരെ വർധനവുണ്ടായേക്കാം. ഇതിൻ്റെ ഇമ്പാക്റ്റ് മെറ്റൽ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ നോൺ ചൈനീസ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഗ്രോസ് മാർജിനിലും കഴിഞ്ഞ 10 വർഷത്തേക്കാളും വർധനവുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റും മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രകടമായിട്ടുണ്ട്. ഇനി മെറ്റൽ സെക്ടറിൽ നിന്നും ആക്സിസ് സെക്യൂരിറ്റി എന്ന ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെയും അവയുടെ ടാർഗറ്റിനെയും പരിചയപ്പെടാം. ഒന്നാമത്തേത് ടാറ്റ സ്റ്റീൽ, രണ്ടാമത്തേത് ഹിൻഡാൽകോ, മൂന്നാമത്തെ APL അപ്പോളോ ട്യൂബ്. ഈ 3 സ്റ്റോക്കുകളെയാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ടോപ്പ് കൺവിക്ഷൻ സ്റ്റോക്കായി മെറ്റൽ സെക്ടറിൽ നിന്നും വിശേഷിപ്പിക്കുന്നത്. ഓരോ സ്റ്റോക്കുകൾക്കും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹിൻഡാൽകോയ്ക്ക് 710 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. APL അപ്പോളോ ട്യൂബിൻ്റെ എബിറ്റ ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് 1750 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിന് 185 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ടാറ്റ സ്റ്റീലിന് 185 രൂപയുടെ ടാർഗറ്റ് നൽകിയതിൻ്റെ പിന്നിലെ റാഷണൽസ് പരിശോധിക്കുകയാണെങ്കിൽ UK-യെക്കാളും ഇന്ത്യയിലുള്ള ടാറ്റ സ്റ്റീലിൻ്റെ പ്രവർത്തനവും ബിസിനസ്സും മെച്ചപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ടാറ്റ സ്റ്റീലിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത്. ഹിൻഡാൽകോയെ സംബന്ധിച്ചുള്ള ഹിൻഡാൽകോയ്ക്ക് മികച്ച ബൈയിങ് മൊമെൻറ്റം, ഹിൻഡാൽകോ എന്ന സ്റ്റോക്കിലും മികച്ച ബൈയിങ് മൊമെൻറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ APL അപ്പോളോ ട്യൂബ് ഉൾപ്പെടെയുള്ള കമ്പനികൾ അവരുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സിലഗുഡിയിലും ഗോരഖ്പൂരിലും കമ്പനി 2 മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്ത്
ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കുള്ള എക്സ്പോസർ 1.5 മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലേക്ക് വരുന്ന 2 മുതൽ 3 വർഷത്തിനുള്ളിൽ റാമ്പപ്പ് ചെയ്യാനും ശ്രമിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് APL അപ്പോളോ ട്യൂബിന് 1500 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്